നല്ല സ്ഥലമൊക്കെയുള്ള കൂട്ടരാണല്ലോ ശ്രദ്ധിച്ചില്ല സാറേ. ചക്കണ്ട് ചക്ക ചക്ക. നായിന്റെ കൂടുണ്ടല്ലോ. നായില്ല പക്ഷെ. വീട്ടുകാരെ വീട്ടുകാരെ. അതെ, പട്ടിപിടുത്തക്കാരാന്ന് തോന്നുന്നു. കയ്യില് ചങ്ങലയൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ വിളിക്കാവേ. ആ ശരി എന്നാ. ആ ചില്ലിന്റെ ഉള്ളിൽ കൂടെ മൊയ്തു സാറിനെ കണ്ടു തോന്നുന്നു. വീട്ടുകാരെ വീട്ടുകാരെ കൂയി. പൂവണ്ട, ആ കോളിംഗ് ബെൽ അടിച്ചാ പോരെ. സ്വഭാവം മാറ്റിയാൻ മാറില്ലല്ലോ മാഡം. ആരാ എന്താ? നമ്മള് ഈ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി വന്നതാ. അയ്യോ അതിവിടെ ഇല്ല. ആര് മെഷർമെന്റാ? അല്ല ഇവിടുത്തെ ആള്. ആള് വേണമെന്നില്ല. സത്യശ്രീ സാർ നിങ്ങളെ പിടിച്ചൂടി. ഓ പട്ടിപിടുത്തക്കാരാണല്ലേ? അപ്പഴാ ഞാൻ പറഞ്ഞു കൊടുക്കും മേഡോ. ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിനാ. ഞങ്ങള് വീട്ടുനികുതി പുതുക്കുന്നതിന്റെ ഭാഗമായിട്ട് വീടിന്റെ ചുറ്റളവും വിസ്തീർണവും എടുക്കാൻ വേണ്ടി വന്നതാ. എന്താ പേര്? അഖില. എന്തോ കേട്ടില്ല. അഖില. ഭർത്താനം പറയാൻ നിൽക്കാണ്ട് അത് അളക്കി സാറേ. എടുക്ക്. ഏതാ ചങ്ങല ടൈപ്പോ? ചങ്ങല ആയിക്കോട്ടെ, ഒരു വെയിറ്റ് ആയിക്കോട്ടെ. നല്ല വെയിറ്റ് ആണ്. അതല്ലേ പറഞ്ഞത്. ചങ്ങല എടുത്തോളൂ. മാഡം ഇതൊന്ന് കഴിഞ്ഞോട്ടെ, വരും അളക്കാം. അതെന്താ സാറേ ഇത്ര ഞാനല്ലേ പിടിച്ചത്? ഞാൻ തന്നെ അളന്നോളാം. വരും മാഡം. സത്യശീല സാറേ, ഇതിന്റെ തലയും പാലും കാണുന്നില്ല. നമുക്ക് ചങ്ങല തന്നെ വേണം. ടേപ്പായിക്കൂടെ? ടേപ്പായാലും മതി. എന്നാ ടേപ്പാക്കാം. ആദ്യമേ പറഞ്ഞു മൂപ്പര് കേക്കണ്ടേ? ഇങ്ങനെ എടുത്തോളൂ ടേപ്പ്. അപ്പഴേ നമുക്ക് സിസേറിയൻ ആക്കല്ലേ? സിസേറിയനോ? ഈ മൊയ്തു സാർ ഏത് നേരം ഇങ്ങനത്തെ വർത്താനേ പറയുള്ളൂ. മേഡം ഇവിടെ വെച്ച് കീറല്ലേ ചോദിച്ചാ അത്ര മോശപ്പെട്ട് വാക്കാ. അതിന് മര്യാദ ഉണ്ട്. അതെ, സ്വഭാവം മാറ്റിയാൻ മാറില്ലല്ലോ. കൾച്ചർ ഇല്ല, എന്ത് ചെയ്യാം. ഹസ്ബൻഡ് എവിടെയാ? മേഡം അവിടെ ഒരു കണ്ണ് വേണേ. അല്ല ഇവിടെ തന്നെയല്ല കീറുണ്ടാന്നിട്ട്. അവിടെ വേണ്ട, കുറച്ചുകൂടെ നീട്ടി കയറിക്കോ. എന്നല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും. അതിന് സാറേ നമ്മള് വല്ല ഗൈനക്കോളജിസ്റ്റ് ഒന്നും അല്ലല്ല. വേണ്ട, നീട്ടി പിടിക്കാം. അതാണല്ലേ. ഞാൻ ഇങ്ങോട്ട് വാടോ. അവിടെ കൊടുക്ക്. ഇനിയിപ്പൊ ഞാൻ അത് പിടിക്കണായിരിക്കും. പിടിക്കും മേഡോ. അതങ്ങോട്ട് അമ്മിക്കല്ലിന്റെ അടുത്തേക്ക് പിടിക്ക്. പിടിക്കുക. എന്റെ കഞ്ഞിലൊന്നും കുടിച്ചില്ല ഞങ്ങള് രാവിലെ. പെണ്ണുങ്ങളൊന്നും ഇപ്പൊ അണിക്ക് വെക്കരുതെന്ന് പറയുന്നത്. റെഡി. കുറച്ച് വെള്ളം എടുത്തോളൂ കുടിക്കാൻ. മേഡം വെള്ളമൊക്കെ ചോദിക്കാൻ തുടങ്ങിക്കണേ. വെള്ളം കുടിപ്പിക്കും. ഇതൊക്കെയാ ഓക്കെയാണ്. ആ പുസ്തകം എടുത്തോ. ഫയലിംഗ് എടുക്ക്. പേന കൊണ്ടോ മോനെ. അപ്പൊ അച്ഛൻ മേഡം ഇനി നമ്മളെവിടെ അളക്കണത്? ഇനി നമുക്ക് കന്നിമൂല അളക്കാം. അതേതാ മൂല? അതാ ഈ വീട്ടുകാര് കഞ്ഞി ഒഴിക്കണം. ഇവിടെ നല്ല കപ്പ കിട്ടും. കപ്പ കിട്ടിയാലേ മത്തി മുളക് കിട്ടിയാലേ വെട്ടി വീങ്ങ കഴിക്കാം. തിന്ന പട്ടി ഇവിടെ. ഏത് പട്ടി? പട്ടി കൂട്ടിലല്ല സത്യശീല സാറേ. നിങ്ങളിങ്ങോട്ട് പോരി. കൂട്ടിലാണോ? കൂട്ടിലാണ്. മാനത്ത് പോയി കുത്തിരിക്കാൻ മൂപ്പര്. ഇങ്ങോട്ട് പോരി. എന്താണ് മനുഷ്യന്റെ കഥ? അങ്ങോട്ട് പിടിക്കും. ആരാ നിങ്ങളൊക്കെ? ഇത് സാറിന്റെ ഭാര്യ. ഞങ്ങള് പഞ്ചായത്ത് ഓഫീസിനാ. ഓഫീസിന്ന് ഈ വീടിന്റെ ചുറ്റളവും വിസ്തീർണൊക്കെ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ഞാൻ മനസ്സിലാ മാഡം. ഇത് യുഡി ക്ലർക്ക് മൊയ്തു സാറ്. പട്ടിയാണ് നിങ്ങളെ പട്ടി. നിങ്ങളെ പട്ടി മൂപ്പര ഓടിച്ചേ. അതിന്റെ പേടിയില്ല. ഇതാണ് കേട്ടോ സത്യശീലൻ സാറ്. പറയാണ്ട് നോക്കണം. നിങ്ങൾ തിരികെ കളിക്കണ്ടാവേ. പട്ടിയല്ലേ കാണിച്ച പണി കഴിഞ്ഞു. മധുരട്ടുണ്ടോ? അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ വന്നപ്പോ നിങ്ങൾ വല്ല പിരിവുകാരാന്ന് വിചാരിച്ചു. ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇതെന്തിനെ എത്ര കെട്ടിമറിഞ്ഞ് ഇവിടെ കിടന്ന ആൾക്കാണ് നിങ്ങൾ? അത് നികുതി നിശ്ചയിക്കാൻ. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ എന്റെ വീടും അപ്പുറത്തെ വീടൊക്കെ ഒരുമിച്ച് അളന്നെടുക്കാനാണ്? അല്ല ഒരുമിച്ചല്ല, അളവ് വേറെ വേറെയാണ്. ഇപ്പൊ ഞങ്ങൾ അളക്കുന്നത് നിങ്ങളുടെ വീടാണല്ലോ. അതെ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീട് അളക്കും. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇത് അടുത്ത വീട് പിന്നെ അളക്കണ വെച്ചാൽ പിന്നെ എന്തിനെപ്പോ നിങ്ങളുടെ സാറ് അവിടെ പോയി നിൽക്കുന്നത്? ഏത് സാറ്? എന്താ നോക്ക് നിങ്ങളുടെ ആള്. അത് നമ്മള് ലോലിതേ. അവിടെ വല്ല കളറും കണ്ട് കാണും, കുടുങ്ങി നിൽക്കായിരിക്കും. സ്വഭാവമാണല്ലോ കൾച്ചറില്ലാത്ത വർഗം. അല്ല ലോലിതനെ മൂപ്പർക്ക് മുന്നേ കൾച്ചറാ. ലോലിത ഇങ്ങോട്ട് പോരെ. പട്ടി കടിച്ചു പൊളിക്കും. അറിയില്ല ഇവിടുത്തെ പട്ടിനെ. അപ്പൊ എല്ലാവർക്കും ചായ എടുക്കട്ടെ. എനിക്കൊരു ലൈറ്റ് കട്ടെ. എനിക്ക് മധുരം കൂട്ടി ഒരു കാപ്പി. എനിക്ക് തണുത്ത നാരങ്ങ വെള്ളം കുടിക്കാലോ? അല്ലെങ്കിൽ വേണ്ട. ഭക്ഷണം നമ്മൾ ആരും കഴിക്കണ്ട. ഭക്ഷണം കഴിച്ചിട്ട് ഓരോ നമ്മളെ സ്വാധീനിക്കാൻ നോക്കുക. അത് വേണ്ട. നിങ്ങൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ വേറെ എന്തൊക്കെ വഴി ഉണ്ട്? എന്ത് വഴി? അത് എന്തൊക്കെ വഴി ഇതൊക്കെ നമ്മൾ പറഞ്ഞു തരണോ? ഞങ്ങളൊരു കാര്യം പറഞ്ഞു നിങ്ങളോട്. ഞങ്ങൾക്ക് ഒന്നും സ്വാധീനിച്ചിട്ടുണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആവശ്യമുള്ള ആളിന് എടുത്ത് പോയാൽ മതി. ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. നമ്മൾ നിയമത്തിന്റെ ഭാഗത്ത് നിന്നേ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. ആൾക്കാർ വീടിന്റെ അങ്ങേ സൈഡ് അളന്നു, ഇങ്ങേ സൈഡ് അളന്നു, പുറകെ അളന്നു. ഫ്രണ്ടും കൂടെ അല്ലേ ഉള്ളൂ. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
നിങ്ങളുടെ പേര് പറയൂ. എന്റെ പേര് സീതളൻ. എന്ത്? ശീതളൻ. ശീതളൻ. ഇംഗ്ലീഷില് വെനീസിലാരുമില്ല, എല്ലാവരും പാലക്കാട് തന്നെയാണ്. എന്താണ് വീട്ടുപേര്? വീട്ടുപേര് കുന്നുംപുറത്ത് വീട്. കുന്നംപുറത്ത് വീട്. അല്ല വടക്കേ വീട്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്ക്. അല്ല ആദ്യം ഞങ്ങൾ കുന്നുംപുറത്തായിരുന്നു, ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങി വടക്കേ വീട് എഴുതിയാൽ അങ്ങനെ വടക്കേ വീട്. അത് മതി. എടോ, ആ. വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളെ അടിസ്ഥാനമാക്കിയും ആ. വീടിന്റെ കാലപ്പഴക്കം നോക്കിയൊക്കെയാണ് നികുതി നിശ്ചയിക്കുന്നത്. ഓ നിങ്ങൾ ഈ വീടിന്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ട്? വെയിലും മഴയും കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിട്ട്. നല്ല ഉത്തരം. അതൊക്കെ അറിയാം ഞങ്ങൾക്ക്. ആ, അപ്പൊ ഇതിന്റെ കാലപ്പഴക്കം? കാലപ്പഴക്കം കൂടിയാലാ പൈസ കുറയാതോ കുറഞ്ഞാലാ? കാലപ്പഴക്കം കൂടിയാ കുറയും. കൂടിയാ കുറയും. ആ എന്നാ ഒരു 10-500 കൊല്ലം എടുത്തു. 500 കൊല്ലായിട്ടുണ്ട്. അപ്പൊ പുരാവസ്തുവാണ്. ആയിക്കോട്ടെ. അപ്പൊ പുരാവസ്തു വകുപ്പിലേക്ക് മാറ്റും. ആ, മാറ്റും. അപ്പൊ നികുതി കൂടും. നികുതി കൂടും. 6.5 കൊല്ലം. 6.5 കൊല്ലായിട്ടുള്ളൂ അല്ലേ? 6.5 കൊല്ലായിട്ടുള്ള വീട് കൊടുത്തിട്ട്. എത്ര പെട്ടെന്ന് 696 കൊല്ലം താഴോട്ട് പോയതില്ലേ? എന്ത് വേഗം സമയം കൊടുല്ലേ സാറേ? ആ. പിന്നെ തറ? ആര്? അത് നിങ്ങളുടെ തറ? ഞങ്ങളുടെ തറ ചതുരനെ. ചതുരനെ? അതാണ്. ചതുര തറ ചതുരത്തിൽ തന്നെയാണല്ലോ. അതെ, ഇത് ടൈലാണല്ലോ. ആ ടൈല് അത് ഇവളുടെ വീട്ടിൽ പണി കഴിഞ്ഞപ്പോ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ടൈല് കൊണ്ടുവന്നിട്ടാണ് സാർ ഞാൻ പറഞ്ഞാണ് വേണ്ടാണ്. എന്തായാലും ടൈല് തന്നെയാണ്. പിന്നെ അകം? അകത്തൊക്കെ വെറുതെ ചാന്ത് പരിക്കം തെച്ച് വിട്ടി ചാന്തിട്ടിരിക്കുകയാണ്. അകത്ത് കംപ്ലീറ്റ് മൊസൈക്കാ നമ്മള് കണ്ട്. എന്താ ഈ പറഞ്ഞു സാറേ? വെറുതെ ചാന്തിട്ടിരിക്കുകയാണ്. കണ്ടല്ലോ. ചാന്തിട്ടാലും മൊസൈക്കിട്ട പോലെ തന്നെ ഉണ്ട്. നിങ്ങൾ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ഇതിനൊരു ഒപ്പിട്ടോളൂ. ആര്? നിങ്ങളൊരു ഒപ്പിടണം. ഒപ്പ് അത് അവളിടും. ഇട്ട് കൊടുക്കി, ഒരു ഒപ്പിട്ട് കൊടുക്കി. നിങ്ങളല്ലേ ഗൃഹനാഥൻ? ഗൃഹനാഥൻ ഞാനാണ്, ഒപ്പുനാഥ അവളാണ്. ഇട്ട് കൊടുക്കണി ഒരു ഒപ്പ്. അതെന്താ നിങ്ങൾക്ക് എഴുത്തുമായിരുന്നു അറിയില്ല? എഴുത്തുമാരൊന്നും പാടത്ത് പണി ഉണ്ടായിരുന്നു. ഇട്ട് കൊടുക്കണി ഒരു ഒപ്പ്. ചേച്ചി ഇങ്ങോട്ട് വരൂ. ഇട്ട് കൊടുക്ക്, ഒരു ഒപ്പിട്ട് കൊടുക്ക്. ഇതിലൊരു ഒപ്പിട്ടോളൂ. കാശിയാലുള്ള പണി ഒപ്പിട്ട് കൊടുക്കാണ്. ഇതിലവിടെ ഇട്ട് കൊടുക്കി. നല്ല ഒപ്പ്. അതാ ഞാൻ അവളോട് ഇട്ടോളാൻ പറഞ്ഞത്. അതെന്താ അയാൾക്കറിയില്ല പോക്കറ്റ് ഇതൊക്കെ അങ്ങനെ കുത്തി വെക്കണ അങ്ങനെ കയറി പാടും. അതെ, അപ്പൊ ഇത് നാളെ തന്നെ പഞ്ചായത്തിൽ കൊണ്ടുവന്നാൽ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് നികുതി അടയ്ക്കാം കേട്ടോ. ആയിക്കോട്ടെ. നികുതി ഇപ്പൊ ഇത് എന്തിന്റെ നികുതി? ഇതാണ് കെട്ടിട ഉടമ സബ്മിറ്റ് ചെയ്യേണ്ട വീട് നിർമ്മാണ റിട്ടേൺ. അതെ, ഇത് ഭാര്യയിൽ പറഞ്ഞു തരും. അവിടെ വന്നാല് അവിടെ വന്ന് അടച്ചാ മതി കേട്ടോ. ആയിക്കോട്ടെ, ശരിയാക്കാം. ഈ നികുതി ആവുമ്പോ പകുതി അടച്ചാ പോലെ. ആറ്റക്കമ്പ കാർന്ന് ശരിയാക്കാം. നിങ്ങൾ അങ്ങോട്ട് പോരി. നാളെ പഞ്ചായത്തിൽ വന്നാ മതി. ഇറങ്ങട്ടെ നമ്മള്. ശരി ശരി. വരട്ടെ. ശരി, പോയിക്കോളി. പട്ടിനെ അഴിച്ചു വിടുവാണ്. പോയിക്കോളി. നിങ്ങളുടെ ആറ് ബാക്കി കിടക്കണോ? കൊണ്ടുപോയി എടുത്തോണ്ട് പോയി. പോയിക്കോളാണ്. അങ്ങനെയൊക്കെ വെച്ചാ 10 മണി പൂവൊക്കെ നാശാക്കി കൊണ്ടുപോകാറുണ്ട്. ആരെങ്കിലും വന്നാൽ കുത്തി കയറ്റിയാണ് വീട്ടിലേക്ക്. ഇപ്പൊ എന്താണ്ടായത്? 10-15,000 ഉറുപ്പ്യ കൊണ്ട് ഇറങ്ങേണ്ടി വരും. ആവശ്യമില്ലാത്ത പണി ചെയ്തിട്ട് പൂയാണ്ട് വരുമ്പോഴത്തേക്ക് ചായ വേണം, കാപ്പി വേണം. എന്താ അവിടെ എടുത്തു വെച്ചിരിക്കാണല്ലോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. എനിക്കിതൊന്നും വേണ്ട. ഞാൻ ഇവിടെ വിരുന്നിന് വന്നൊന്നുമല്ല. വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാ പോരെ. ഇത്ര ചൂടാവേണ്ട ആവശ്യമുണ്ടോ? 3 ആഴ്ച ഞാൻ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. ഇന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. പരിഹാരം ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ഹോമോ യജ്ഞൊന്നും നടത്തുന്നില്ല. പേപ്പറും കൂടെ തന്നാ മതി. ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂല്ലോ. ഇത് ആദ്യ ദിവസം മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ. അതെ, ഈ പ്രശ്നമൊക്കെ ശരിക്കും അങ്ങോട്ട് പരിഹരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ? വീട്ടിൽ എന്തൊക്കെയുണ്ട്? അവിടെ ഉള്ളതൊക്കെ ഉണ്ട്. എന്നുവെച്ചാ എന്താ ഉള്ളതൊക്കെ ഉണ്ട്. നല്ല റോബസ്റ്റ, മാമ്പഴം ഇതൊക്കെ ഇല്ലേ? അതൊന്നും ഇല്ല. കള്ളം പറയല്ലേ. ആ വടക്കേ ഭാഗത്ത് അടുക്കളയുടെ അടുത്ത് റോബസ്റ്റ നന്നായി പഴുക്കാറായത്. അത് പഴുത്തുവോ? പിന്നെ തെക്കേ ഭാഗത്ത് തൊടിയിൽ മാങ്ങയില്ലേ, മൂവാണ്ട മാങ്ങ, അതെന്തായി? അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്കറിയാം? അത് ഈ വീടിന്റെ ചുറ്റളവൊക്കെ അളക്കണതിന്റെ ഇടയിലേ പല കാര്യങ്ങളും ഈ ഫയലിൽ ഞങ്ങൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതുപോലെ ഇതും. അങ്ങനെ എന്തൊക്കെ ആവശ്യങ്ങളാ വരാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ചേച്ചി ഇതൊക്കെ കൊണ്ടിങ്ങനെ വരില്ലേ, റോബസ്റ്റി മാമ്പഴം? ഇതൊന്നും തരാതെ ഇത് ശരിയാക്കാൻ പറ്റുമോ? ഞാനൊന്ന് നോക്കട്ടെ. ശരിയാക്കിക്കോ, ശരിയാക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ല, ഇതാരാ? ഹസ്സ. പാവം. ശ്യാമളെ, നീ കൃത്യമായിട്ട് പറ. ഇനി എത്ര പോളിസിയുടെ കുറവുണ്ട് നിനക്ക്? 2? ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഒന്ന് കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ നാളെ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം. ശരി, വെച്ചോ. സാറേ നോക്കി, ഞാനൊരു ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടൂടെ? അല്ല, ഈ നികുതി എവിടെ അടക്കേണ്ടത് നോക്കി നിങ്ങൾ. നികുതി അങ്ങനെ ഓടി വന്ന് അടയ്ക്കാനൊന്നും പറ്റില്ല. ആദ്യം നിങ്ങളുടെ വീട്ടിൽ വന്ന് എല്ലാം നോക്കണം. വിസ്തീർണം, വീടിന്റെ അളവൊക്കെ നോക്കിയിട്ടാണ് നികുതി അടയ്ക്കാൻ പറ്റൂ. ഇപ്പൊ നികുതി പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്താ ഈ പറഞ്ഞത്? നിങ്ങളല്ലേ 5-8 ആൾക്കാർ കൂടി വന്ന് എന്റെ വീട്ടിൽ വന്ന് കംപ്ലീറ്റ് നോക്കിയത്. നിങ്ങളുടെ വീട്ടിൽ വന്നോ? എന്റെ വീട്ടിൽ വന്നല്ലോ.
അതെയോ? പിന്നെ അന്ന് സാറിനെ പട്ടി അടിക്കാൻ വന്നത് എന്റെ വീട് ശീതളനാണ്. ആ ശീതളനാണല്ലേ? ആ ശീതളനാണ്. ഇതാ അതെ ആ ഉവ്വ്. ശീതള, എന്റെ ഭാര്യ വന്നിരുന്നു ഇവിടെ ഇതപ്പോ ഇന്ന്. ഞാൻ കണ്ടു, കുറച്ചു നേരം സംസാരിച്ചു. ഇത് എന്തിനാ അവള് ഇവിടെ വന്നത്? കോഴി വാങ്ങാൻ വന്നതാണ്. ആ കോഴിനെ വാങ്ങാൻ അത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള്. ഒരെണ്ണം ഞാൻ അധികം കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ടോ? മോട്ടോർമാർക്ക് സാറിന് കൂടുതൽ തരാം. ശരി. നോക്കി ഇത് എന്താ ചെയ്യുന്നത്? ഇത് ആ ഇതൊന്നുമില്ല, ഇത് പോയി അടച്ചാൽ മതിയല്ലോ. കൗണ്ടറിൽ അടച്ചോ. എവിടെയാണ്? ഇതവിടെ അടച്ചാൽ മതി. അതെ അല്ല ഞാൻ എന്താ അറിയോ, എനിക്കൊരു സംശയമുണ്ട്. എന്താ? അപ്പൊ ഇതില് ഒരു 4 ഉറുപ്പ്യ അവിടെ നികുതി അടക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അത് അറിയാണ്ട് എന്തോ 3 പൂജ്യം പുറത്തിട്ടുണ്ട് തോന്നുന്നു. ആ അത് കുഴപ്പമില്ല, 4 അടച്ചാൽ മതി. മതി അല്ലേ? 4 ഉറുപ്പ്യ മതി. മതി മതി. ഓ എന്താ സമാധാനായി. ഇതാ 4 ഉറുപ്പ്യ എടുത്ത് ബാക്കി 6 ഉറുപ്പ്യ തരും. ഇതെന്താ? അത് 10 ഉറുപ്പ്യ ഉണ്ട്. 6 ഉറുപ്പ്യ ബാക്കി എടുത്ത് തരണല്ലോ 4 ഉറുപ്പ്യ കഴിഞ്ഞിട്ട്. എന്താണ് ഇത് പോക്കറ്റിൽ വെക്ക്. അതെ വേണ്ടേ? 4 എഴുതിയിട്ടേ ഒരു 3 പൂജ്യം ഇവിടെ കിടപ്പില്ലേ? ഉണ്ടല്ലോ. അത് എത്രയാ വായിക്കുക? അല്ല ഇപ്പൊ ഇത് അതാ ഞാൻ ചോദിച്ചത്. ഇത് 4000 ഉറുപ്പ്യ എന്താ എഴുതിക്കുന്നത്? 4000 ഉറുപ്പ്യ അത് നികുതി. 4000 ഉറുപ്പ്യ എന്താ ഈ പറഞ്ഞു? തമാശ കളിക്കാണ്. 4000 ഉറുപ്പ്യ അടക്കണം. നികുതി 4000 ഉറുപ്പ്യ? ഓ എന്താ പറഞ്ഞു നിങ്ങള്? തലയ്ക്ക് ഭ്രാന്ത് പിടിക്കണേ എനിക്ക്. അതെന്താ? 4000 ഉറുപ്പ്യൊക്കെ എങ്ങനെയാണ് അടിക്കുന്നത് നികുതി? അല്ല, നിങ്ങളുടെ ടെറസ് വീടല്ലേ, പിന്നെ തറയൊക്കെ ടൈലാണ്, മൊസൈക്ക് ഇട്ടതാണ്. എന്താ സാറേ ഞാൻ പറഞ്ഞില്ലേ, അവിടെ അത് ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആ കക്കൂസ് പണിതതിന്റെ ബാക്കി ടൈലാണ് അവിടെ ഉമ്മർത്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അകത്തൊക്കെ ചാന്താണ് ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ അടുത്ത്. അല്ല, മൊസൈക്ക് ആണല്ലോ അത്. അങ്ങനെ മൊസൈക്ക് അവിടെ ചാന്ത് ഇട്ടോടത്ത് കുറച്ച് മോര് പോയതിന്റെ കാരണ കിടക്കണത്. അത് കണ്ടിട്ട് നിങ്ങൾ മൊസൈക്ക് ഇട്ടെന്ന് പറഞ്ഞ് കാശ് എഴുതി കാണിച്ചാൽ എവിടുന്നാണ്? അല്ലല്ല, അതൊക്കെ നമ്മൾ എഴുതിയില്ലേ, നമ്മുടെ പേപ്പറിലായി പോയ കാര്യങ്ങളല്ലേ, ഇനിയിപ്പോ അത് മാറ്റാനൊന്നും പറ്റില്ല. അതിപ്പോ നിങ്ങൾ എഴുതിയല്ലേ, നിങ്ങൾ അതിനെ വെട്ടിക്കോ. അത് അങ്ങനെ വെട്ടാൻ പറ്റുമോ? സർക്കാരിന്റെ കാര്യങ്ങളല്ലേ. എന്താ നിങ്ങൾ ആളെ കളിയാക്കുന്നത്? എനിക്ക് അറിയാൻ ചോദിക്കാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെങ്ങനെ ഇപ്പൊ കുറഞ്ഞു കിട്ടാൻ എന്താ മാർഗം? കുറഞ്ഞു കിട്ടാൻ മാർഗമുണ്ട്. അത് എന്താണ്? അത് പറയും നിങ്ങൾ. അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അത് പറയും. കേക്കൂ, ഞാൻ കേൾക്കാം. അതാ പറഞ്ഞു. ഇത് കുറേണ്ട കാര്യം പറയും സാർ. അതായത് താനൊരു പോളിസി എടുക്കുക. പോലീസിനെ? പോലീസ് അല്ല, പോളിസി എടുക്കുക. പോളിസി എടുക്കുക? അതെ, ഇൻഷുറൻസിന്റെ. അതെ, ഒരു 10 ലക്ഷത്തിന്റെ ഒരു പോളിസി എടുക്കുക. എന്താ ഈ പറഞ്ഞത്? 10 ലക്ഷം ഞാൻ കണ്ടിട്ട് കൂടിയില്ല നേരെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഒരു മാസം ഒരു 2000-3000 രൂപ അടയ്ക്കാവുന്ന രീതിയിൽ ഒരു പോളിസി എടുത്താലും മതി. എന്താ സാറ് ഈ പറഞ്ഞുണ്ടാക്കുന്നത്? ഇവിടെ ഒറ്റ തവണയ്ക്ക് 3000 രൂപ 4000 രൂപ അടയ്ക്കാൻ പറ്റാതെ ഞാൻ എങ്ങനെയാണ് മാസം 4000 രൂപ 3000? ഈ അടയ്ക്കുന്ന പൈസ പിന്നെ അതിന്റെ പോളിസി എല്ലാം നിങ്ങൾക്ക് ഇതിനെ തിരിച്ചു കിട്ടുമല്ലോ. അതൊക്കെ മരിക്കാറാകുമ്പോൾ കിട്ടിയിട്ടുള്ള കാര്യം. അതൊന്നും വേണ്ട സാറേ. അല്ലാണ്ട് വല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുമോ നോക്കുന്നത്? അല്ലാണ്ട് എങ്ങനെ കുറയ്ക്കാൻ പറ്റുക? അതെങ്ങനെ കുറയ്ക്കണം? നിങ്ങൾ എഴുതിണ്ടാക്കിയാലേ നിങ്ങൾ അതിനെ കുറയ്ക്കി. കുറയ്ക്കണെ കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ താൻ പോളിസി എടുക്കണം. പോളിസി ഒന്നും എടുക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ് ശരിയാവുന്നത്? പോളിസി എടുക്കാൻ പറ്റില്ല, എങ്ങനെ കുറയ്ക്കാം? അത് ശരി. അപ്പൊ നിങ്ങളുടെ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും, അല്ലാണ്ട് കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ കളിയാണത്. ഇത് കളിയാണ്. എന്ത് കളി? കളി എന്ന് പറഞ്ഞത് എന്താ? ഞാൻ കാര്യം ചോദിക്കുന്നത്, ഇത് ഇൻഷുറൻസ് ഓഫീസാണോ അതോ ഇത് പഞ്ചായത്ത് ഓഫീസാണോ? എന്താ ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഇത് കലക്ടറേറ്റ് ആയിട്ട് മാറും. കുറച്ചു മുമ്പ് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസായിട്ട് മാറിയിരുന്നു. അതെ. ഈ നികുതിയിൽ എന്തെങ്കിലും ഇളവ് വരണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ താൻ പോളിസി എടുക്കണം. പറ്റുമോ? പറ്റില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പോളിസിയും വീട്ടു നികുതി തമ്മിൽ ഇല്ലാത്ത ബന്ധം? പോളിസി ഞാനും തമ്മിൽ ബന്ധമുണ്ടല്ലോ, അതുപോലെ. അത് ശരി. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ട് നടക്കി നിങ്ങൾ ബന്ധമുണ്ടെങ്കിൽ ഞാൻ എന്തിനാ അടയ്ക്കണം? നിങ്ങളുടെ നികുതി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അടയ്ക്കണം. അല്ലാണ്ട് പിന്നെ ഇത്രയും 14,000 രൂപ ഞാൻ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് അടയ്ക്കുന്നത്? ഞങ്ങൾ 14,000 അല്ലല്ലോ, 4,000 അല്ലേ? 4,000 തന്നെ പറഞ്ഞത്. അടയ്ക്കാൻ പറ്റില്ല. അതന്നെ അടയ്ക്കാൻ പറ്റില്ല, അടയ്ക്കണ്ട. പഞ്ചായത്ത് നിയമ നടപടി നിയമ നടപടി എന്താണ് എനിക്കൊണ്ട് ചോദിക്കാനും പറയാനൊക്കെ ആള്. ശരി, ഞാൻ നോക്കി നോക്കട്ടെ. ഞാൻ നിങ്ങൾ ചോദിക്കുന്ന കാശ് എടുത്ത് എണ്ണി തരാൻ പറ്റില്ലല്ലോ. ശരി, നിങ്ങൾക്ക് ഇവിടുത്തെ ഇത് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റില്ല. എന്താ ഒരു സെക്കൻഡ്, എന്താണ് ഭാര്യയുടെ അന്വേഷണം പറയാനുണ്ട്. അതിന്റെ ഭാര്യ കാക്കട നിങ്ങൾക്ക് കോഴി മോട്ടാല കോഴി കാട് കൊടുത്തറിയാൻ. കുത്തിരിക്കി ഇരുന്നിട്ട് എന്താ കാര്യം? വരിക ഇരിക്ക, ഇതല്ലാതെ ഇവിടെ ഒന്നും നടക്കണില്ലല്ലോ. അല്ല, യഥാർത്ഥത്തില് എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? ഒപ്പീനിയനാ? അല്ല, ഇതാരാ? എന്റെ ഹസ്സ. അസ നിക്കുക അല്ലേ? അടന്നോളി. എന്താ പ്രശ്നം? എന്താ നിങ്ങളെ പ്രശ്നം? ഇന്നലെ തന്നെയാ. ഇന്നലത്തെ പ്രശ്നം നിന്നോ? എന്താ അപ്രോക്സിമേറ്റ്ലി എന്താണ് പ്രശ്നം? ഇത് 17ാമത്തെ തവണയാണ് ഞാൻ പറയണത്. മനുഷ്യന്റെ ക്ഷമയ്ക്ക് ഒരു അതിലുണ്ട്. കൂടുതൽ കളിച്ചാ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും, പറഞ്ഞേക്കാം. അല്ല, അത് വേണ്ട, അതൊന്നും വേണ്ട. അതായത് നിങ്ങളെ കക്കൂസ്, നിങ്ങളെ കാർപോർട്സ്, നിങ്ങളെ പട്ടിക്കൂട്, ഇതും മുറ്റും എല്ലാം കൂടി ചേർന്ന് അളവ് വെച്ചിട്ടാണ് ഞങ്ങൾ നികുതി ചുമത്തി. അത് ഇത്തിരി കൂടിപ്പോയി, അതല്ല പ്രശ്നവും. അതെ, ഇപ്പൊ കാര്യങ്ങളൊക്കെ വഴി പോലെ വന്നിട്ടല്ലോ. അല്ല, കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് പോലെ വന്നോളൂ. അപ്പൊ ഇത് വീടിന് നികുതി കൂടിപ്പോയി അല്ലേ? നിങ്ങൾ ഒരു കോംപ്ലിമെന്റ് എഴുതി കൂടി തന്നാളി. കോംപ്ലിമെന്റാ? എന്താ, പൈസയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? പൈസ ആവാം. തൽക്കാലം ഒരു പരാതി എഴുതി തന്നാ മതി. എന്നിട്ട് അതിന്റെ അടിയിൽ കോട്ടവി സ്റ്റാമ്പ് ഒട്ടിക്കണം.
സ്റ്റാമ്പോ അതിന് പേടിക്കണ്ട. കേരളത്തിൽ ഒരു പഞ്ചായത്തിലും ഇല്ലാത്തൊരു സൗകര്യം നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. അതായത് വിശാലമായ സ്റ്റാമ്പിംഗ് സൗകര്യം ഇവിടെ കിട്ടും. കോട്ട് പീസ് സ്റ്റാമ്പ് ഒക്കെ ഇവിടെ കിട്ടും. അപ്പൊ ഈ കോട്ട് പീസ് സ്റ്റാമ്പ് ഏറ്റവും ഈ പരാതിന്റെ അടിയിൽ ഒട്ടിച്ചിട്ട് ഒരു ഒപ്പും ഒരു പേരും. ആരുടെ? മുഖ്യമന്ത്രിന്റെ. നിങ്ങൾ എഴുതുന്ന പരാതിയിൽ പിന്നെ നിങ്ങളെ പേരല്ലാണ്ട് വേറെ ആരെയും പേര് എഴുതാൻ പറ്റുമോ? അപ്പതാ ഒരു 500 ഉറുപ്പ്യം എടുത്തോളി. ഇതിന് 5 രൂപയല്ലേ ഉള്ളൂ? 5 ഉറുപ്പ്യാണ് കോട്ട് പീസ് സ്റ്റാമ്പിന്. പക്ഷെ ഇതിന് 500ന്റെ വിലയാ. ഇതിന്റെ താഴത്ത് ഒപ്പിടേണ്ട നമ്മളല്ലേ. എടുത്തോളി, ഒന്നും നഷ്ടാവൂല നിങ്ങൾക്ക്. ഇതുകൊണ്ടെങ്കിൽ ഇതൊന്ന് ശരിയാക്കി തരണം. ഒക്കെ ശരിയാവും. പടച്ചോ മോളിലില്ലേ? മൂപ്പര് മോളിൽ അങ്ങ് ഇരിക്കല്ലേ ഉള്ളൂ. ഒപ്പിടണ്ട നിങ്ങളല്ലേ? ശരിയാവും. ഇല്ലെങ്കിൽ കേസ്. ഇല്ല, ആയിക്കോട്ടെ. ശരി ശരി. ഞാൻ കെ ചന്ദ്രൻ, പാർട്ടിയുടെ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാ. നമ്മൾ തമ്മിൽ പരിചയമുണ്ടല്ലോ. പക്ഷെ പരിചയമുണ്ടെങ്കിലും അതൊന്നും കാണിക്കാൻ പാടില്ല എന്നാണ് പാർട്ടി നിയമം. അങ്ങനെ ഒരു നിയമമുണ്ടോ? ഉണ്ട്. അതേതാ വകുപ്പ്? വകുപ്പ് ഏതാണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെയുണ്ട്. എന്താ കാര്യം പറയും. ശീതളൻ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. എനിക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ വീടിന്റെ കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. ചെറിയ പ്രശ്നമല്ല, അത് വലിയ പ്രശ്നമാണ്. അപ്പൊ അതൊന്ന് പരിഹരിക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത്. താൻ എവിടെ വീട് വെച്ചിരിക്കുന്നത്? പറമ്പില്. അല്ലാതെ പുഴയിൽ ആരെങ്കിലും വീട് വെക്കുക? പുഴയിൽ വീട് വെക്കില്ല. പക്ഷെ റോഡ് സൈഡിൽ ആരെങ്കിലും വീട് വെക്കുമോ? റോഡ് സൈഡിൽ നിന്നും 3 മീറ്റർ അകലത്തിലേ വീട് വെക്കാവുന്നത് എനിക്കറിയില്ലേ? താനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ? അതിനകത്ത് വീട് വെച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് എനിക്കറിയാമോ? അയ്യോ, ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. എന്തുപറ്റി? എനിക്കൊരു പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ അല്ല നേതാവേ, ഇതെന്താത്? ഇതെന്ത് പോകാത്? ശരി ശരി, ഞാനിപ്പോഴാ ഓർത്തത്. എന്തേ? എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഭാര്യ വന്നിട്ടുണ്ടോ കൂടെ? പോടാ. സകലം കുത്തിയിരിക്കുന്നു. കാശ് കൊടുക്കണതിന് മുമ്പ് വെറുതെ ഒന്ന് ചൂടായി നോക്കാം. എന്തെങ്കിലും ഉണ്ടാവും അറിയാം. എന്താ നീ തരയുന്നത്? എന്താ നീ മനസ്സിലാക്കിയത്? എന്റെ കാശ് മുഴുവൻ മേടിച്ചു വെക്കാനുള്ള പരിപാടിയാണ് ഇവിടെ. എന്റെ അയൽപക്കത്ത് മുഴുവൻ ചോദിച്ചു ഞാൻ. ഇത്ര കാശ് എനിക്ക് വരില്ല. മനസ്സിലായത് നിനക്ക്? ഇവിടെ വന്നിങ്ങനെ ഒച്ചടാൻ പറ്റൂലേ? ഇതൊരു സർക്കാർ ഓഫീസാ. നമ്മളൊക്കെ സർക്കാരിന്റെ കീപ്പേഴ്സാ. ആര്? സർക്കാരിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നവരാ ഞങ്ങൾ മനുഷ്യന്മാരാണ്. ഞങ്ങൾക്ക് സംഘടന ഉണ്ട്. നീ കുറയ്ക്കാണ്ട് നിൽക്കുന്നത്. നീ കുറയ്ക്കാണ്ട് നിൽക്ക്. എന്താ നീ മനസ്സിലാക്കിയത്? എനിക്കൊണ്ട് ചോദിക്കാൻ പറയാൻ ആൾക്കാർ. അത് ശരി, എന്റെ അയൽപക്കത്ത് ചോദിച്ചപ്പോ എന്നെക്കാളും 2 നില വീടുള്ളവർക്ക് എന്റെ അത്ര കാശില്ല. നിങ്ങളൊരു ഭാഗത്ത് കുത്തിരിക്കും മനുഷ്യൻ, എന്നിട്ട് സംസാരിക്കും. അങ്ങനെ ഇരുത്താൻ നോക്കട്ടെ. നീ ഇരിക്കാൻ വന്നല്ലേ ഞാൻ. നീ ഇതിനൊരു നിലപാടുണ്ടാക്കണ്ടോ ഇല്ലെന്ന് അറിയാനാ വന്നിരിക്കുന്നത്. ആടെ പോയി പറയും. ഞാൻ പറഞ്ഞോട്. പറയും. എന്താ ശരിക്കും നീ എന്റെ വീട്ടിലേക്ക് ദിവസം ഫോൺ ചെയ്യുന്നവനാണ്. എല്ലാവരും ഉണ്ട് ഞാൻ. അത് വേറെ ഒന്നും അല്ല ഏട്ടാ. ചേട്ടൻ്റെ വീട്ടിൽ അന്ന് വന്നപ്പോഴത്തെ വീട്ടിലെ കിണറിന്റെ അളവെടുക്കാണ്ട് സാറിന് ചീത്തവിളി. അതാണ് ഞാൻ വിളിച്ചോണ്ടിരുന്നത്. അല്ല വേറെ ഒന്നുമല്ല. അയ്യേ, എന്തിനാണ് എന്റെ വീട്ടിലെ കിണറിന്റെ അളവ് നീ എടുക്കുന്നത്? എന്താ? നമുക്ക് എല്ലാ പ്രശ്നവും പറഞ്ഞു തീർക്കാം. അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നം വരെ പറഞ്ഞു തീരണില്ലേ സാർ? ഇരുന്ന് സംസാരിക്കാനേ. ഇങ്ങനത്തെ പുഞ്ചാരവാക്ക് പറഞ്ഞ് ഇരുത്താൻ നോക്കട്ടെ. നിങ്ങൾ അറിയാം, നിങ്ങൾക്ക് എന്റെ വീടിനേക്കാൾ 2 നില കൂടുതലുള്ള വീട്, AC, കാറ്, ഇത് കംപ്ലീറ്റ് ഉള്ള ഹൗസായിട്ട് എന്നെക്കാൾ നികുതി കുറവ്. എനിക്ക് നികുതി കൂടുതൽ. എന്താ കഴിക്കാം ഉണ്ടാവുന്ന്? അന്ന് നിങ്ങളോട് മലയാളത്തിൽ നമ്മൾ പറഞ്ഞതാ, കാണേണ്ട രീതിയിൽ നമ്മളെ കാണണമെന്ന്. നിങ്ങൾ കണ്ടില്ല? ഔസേപ്പേട്ടം വന്ന് കണ്ട് ഓരോ നികുതി കുറഞ്ഞ്. എന്താട്ടോ നിങ്ങളുടെ തന്നെ ഈ ആഴ്ച ഞാൻ വന്ന് നോക്കി പോണു. കാണല്ലേ നിങ്ങൾക്ക്? നിങ്ങളൊരു പരാതി അത് വെച്ചിട്ട് പോവാൻ നോക്കിന്ന്. പിടിക്കും പരാതി. പിടിക്കും. ഇതെന്ത് പരാതി? ഇത് സീഡിയോ? എന്താണ് പരാതി എഴുതി തരണോ? എന്റെ സംഘം മുഴുവൻ പറഞ്ഞിട്ട് കേട്ട് നോക്ക്. അത് പറ്റൂല, എഴുതി തരണമെന്ന്. എനിക്ക് അറിയില്ല, മലയാളം അറിയില്ല. എന്താണ്? ഇംഗ്ലീഷിൽ എഴുതി തരി. ഇംഗ്ലീഷ് എഴുതാറുണ്ട്. പിന്നെ ഏത് ഭാഷ അറിയൂ? എനിക്കൊരു ഭാഷ എഴുതാറിയില്ല. പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കണത്? നികുതി അടക്കാൻ ഇത്ര കാലം ഒരു ഭാഷ അറിയാണ്ട് ഞാൻ ജീവിച്ചില്ലേ? ഇനി അങ്ങോട്ട് ജീവിക്കും ഞാൻ. പോയി ജീവിക്കും. ജീവിക്കും. എന്താ തുറച്ചു നോക്കുന്നത്? കണ്ണിന്റെ സിലിണ്ടർ തല്ലി മുടിക്കും. എന്താ ഐസ് ഫ്രൂട്ടുകാരെ അവിടെ ബെല്ലടിക്കും? എന്താ വേണ്ടത്? എന്താ കേൾക്കട്ടെ നിങ്ങൾ വില കാര്യങ്ങൾ? ഇത്ര കാശ് അടക്കണം പറഞ്ഞു. എവിടെ നിന്ന് അടക്കും ഞാൻ? എന്താണ് നിങ്ങൾ ഒറ്റയ്ക്കേ വന്നിട്ടുള്ളൂ? പിന്നെ ആരെ വേണ്ടത്? 4 ജൂനിയർ കൂടി വേണം എനിക്ക്. അല്ല, ഭാര്യ വന്നിട്ടുണ്ടോ? വരുമ്പോ ഭാര്യ വന്നിട്ടാണ് ചോദിക്കുന്നത്. ഇയാൾക്ക് എന്താണ്? എന്നിട്ട് ഇപ്പൊ എന്താ സംഭവം? ഇതാ ഇത് 4000 ഉറുപ്പിക വേണം. സംഭവം കേട്ടില്ല നിങ്ങൾ? ഇത് അടക്കാൻ പറ്റില്ല എനിക്ക്. നിങ്ങളുടെ വീടിന്റെ നികുതിയല്ലേ നിങ്ങൾ അടക്കണ്ടേ? പിന്നെ ഞാൻ നോട്ട് അച്ചടിച്ച് വെച്ചിരിക്കാണ്. അല്ലാതെ പിന്നെ വലിയ വീടും വെച്ച് തറ മൊസൈക്ക് ഇട്ട് ടൈൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ല നിങ്ങളടുത്ത് മോരും വെള്ളം വേണം പാടാണ്. നോക്ക്, ഞാൻ അടക്കില്ല. അടക്കില്ലെങ്കിൽ പഞ്ചായത്തിന് നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. നിങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. നികുതി അടക്കാത്ത വലിയ കുറ്റമാണെന്ന് എനിക്കറിയില്ലേ? സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയിടും. അഴി എണ്ണണ്ടി വരും. കാലാകാലം പുറത്തിറങ്ങാൻ പറ്റില്ല. ഗോതമ്പുണ്ടോ നീ ജീവിക്കേണ്ടി വരും.
4000 രൂപ. മൂർഖമാമനെ കണ്ടിട്ടുണ്ട് നിങ്ങൾ? മൂർഖമാമനെ കണ്ടിട്ടുണ്ടോ? അത് കൊത്തി ചാവാണ്ട് നോക്കുന്ന പന്നികളെ.